Kind of tricky question. Do you prefer Manju Warrior or Kavya Madhavan? കോൺട്രവേഴ്ഷ്യൽ ആയി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്ക് ഉണ്ടാകണമായിരുന്നു. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി. മറുനാടൻ മലയാളി കഴിഞ്ഞ ദിവസം UK-യിൽ വെച്ചിട്ട് ഒരു ഫാഷൻ ഷോ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. അതിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അതിന്റെ ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ. ധ്യാൻ ശ്രീനിവാസനായിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിലെ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് ലക്ഷ്മി നക്ഷത്രയും അതുപോലെ തന്നെ ശോഭ വിശ്വനാഥുമായിരുന്നു. ശോഭ വിശ്വനാഥിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന. ഈ ജഡ്ജസിനെ ധ്യാൻ ശ്രീനിവാസൻ പൊരിച്ചു വിടുന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കുറച്ച് ക്ലിപ്പായിട്ടാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ധ്യാൻ അങ്ങനെ അവർ പൊരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ശോഭ വിശ്വനാഥൻ എന്ന് പറയുന്ന ജഡ്ജസ് ആയിട്ട് ഇരുന്ന വ്യക്തി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ ഊള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ശോഭ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ അവിടെ മറുനാടൻ മലയാളിയുടെ അവർ തന്നെ എഴുതി കൊടുത്തതായിരുന്നു ശോഭ പറയുന്നുണ്ട്. എങ്കിലും ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച രീതിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ ഊള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. Kind of tricky question. Maybe controversial one. Are you ready? Yes, ma'am. Okay. Do you prefer Manju Warrior or Kavya Madhavan? Why? By the way, this wasn't my question this time. It was given by the team. So please don't blame me. But I thought it's an interesting, tricky question. So, yeah, to you. Over to you. Thank you for the question. ഓക്കെ, അപ്പോൾ ഇവിടെ ശോഭ വിശ്വനാഥൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ ട്രിക്കി ആൻഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ശോഭ വിശ്വനാഥ് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല, അതായത് ശോഭ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല, അവർക്ക് അവിടെ നിന്ന് കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. എങ്കിലും അതിന്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റഡ് ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതും ട്രിക്കി ക്വസ്റ്റ്യൻ ആണെന്നുള്ള രീതിയിൽ ശോഭ അവിടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൽ ചോദിക്കുന്ന ഏറ്റവും മൂലതരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫാഷൻ ഷോയിൽ ഒരു നിലവാരവും ഇല്ലാത്ത രീതിയിൽ കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന മഞ്ജു വാര്യറെയും അതുപോലെ തന്നെ ഈ പറയുന്ന കാവ്യ മാധവനെയും കൂടി ഒരുമിച്ചിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ടാലന്റിനെയാണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം. പക്ഷെ ഇവരെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും, ഇതിൽ ആരെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഒരിക്കലും നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന കാര്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിച്ചേക്കുന്നത്. നമ്മൾ ഒരുപാട് ഫാഷൻ ഷോയും കാര്യങ്ങളൊക്കെ നമ്മൾ ടിവിയിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് നോക്കുക അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളതായിരിക്കുന്നു. വളരെ എന്താ പറയാ, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പറയേണ്ട, അല്ലെങ്കിൽ വളരെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങളുടെ എന്തായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കുക. പക്ഷെ യാതൊരു ബന്ധവുമില്ലാത്ത മഞ്ജു വാര്യറെയും അതുപോലെ തന്നെ കാവ്യ മാധവനെയും കൊണ്ടുചെന്നിട്ടും അവര് രണ്ടുപേരെയും പറ്റിയുള്ള അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് നല്ല രീതിയിലുള്ള മറുപടി ധ്യാൻ ശ്രീനിവാസൻ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നല്ലോ, ധ്യാൻ ശ്രീനിവാസൻ സ്റ്റേജിൽ കയറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഓക്കെ, നമ്മൾ ഇവരെ വെച്ച് തന്നെ തുടങ്ങാം. അവര് രണ്ടുപേരെയും ജഡ്ജിങ്ങിനെ കുറിച്ച്. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലായിരിക്കുന്നു. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കണ്ട, ചോദിച്ചോ. പിന്നെ എന്തോ പറഞ്ഞോണ്ട് ഞാൻ നിങ്ങളെ വെച്ച് തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത്. അടുത്തൊരു തിരിച്ചറിവും ഒരു പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട്. അന്ന് ഇതുപോലത്തെ ജഡ്ജിമാരും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മാത്രം. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ഓർ ഭാവന, വാട്ട് ഈസ് എ വുമൺ, എന്തൊക്കെയാ ബിൻചേട്ടാ, ഹു ആർ യു, വാട്ട് ആർ യു ഡൂയിങ്, ഇതൊക്കെയാണോ ചോദ്യം? രണ്ട് ചോദ്യം പറയൂ. ധ്യാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ധ്യാനിട്ട് അങ്ങോട്ടേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് പോയി ലക്ഷ്മി നക്ഷത്രം. പക്ഷെ അവിടെയും തിരിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ജഡ്ജസും കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഞാനിനി ആദ്യമായിട്ട് കാണുന്നൊരു ഫാഷൻ ഷോ ആണിത്. പക്ഷെ ഇനി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജഡ്ജസും കാര്യങ്ങളും ഇങ്ങനെയുള്ള ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ പാടില്ല. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ധ്യാൻ ശ്രീനിവാസൻ ഇരിക്കുന്ന കാര്യം ഇവരൊന്നും ഓർമ്മിച്ചില്ലേ എന്നാണ്.
കാരണം ധ്യാനിന്റെ മുൻപിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള ഊള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ഉറപ്പായിട്ടും ധ്യാൻ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കത്തില്ല. ധ്യാൻ ഓപ്പൺ ആയിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ റെസ്പെക്റ്റോട് തോന്നി നമുക്ക് ധ്യാൻ ശ്രീനിവാസനോട്. കാരണം ഒരു പെൺകുട്ടിയോട് ഒരിക്കലും മറ്റ് രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് അവരെ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കാനോ ഇതിൽ ആരെയാണ് ഇഷ്ടം എന്ന് ഒരിക്കലും നമ്മൾ ചോദിക്കാൻ പാടില്ല. അവരുടെ അതും ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിൽക്കുന്ന രണ്ട് നടിമാരെ പറ്റിയിട്ട് അവരുടെ വേറെ എത്ര ക്വസ്റ്റ്യൻസ് നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഒരു ഫാഷൻ ഷോ ഇല്ല, അവിടുത്തെ മത്സരാർത്ഥികളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണോ ഇത്? ഒരു കോമ്പറ്റീഷനിൽ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണോ ഇത്? ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ഒട്ടും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഈ പറയുന്ന ശോഭാ വിശ്വനാഥ് കാണിച്ചിട്ടുള്ളത്. അതിൽ ഒട്ടും സംശയമില്ല. എന്തായാലും ഇതിനെ ശോഭാ വിശ്വനാഥ് പെട്ടെന്ന് ന്യായീകരിക്കുന്നുണ്ട്. ഓരോരോ സ്ഥലത്തും കമന്റും കാര്യങ്ങളൊക്കെ ഇവർക്കെതിരെ വരുന്ന സമയത്ത് അവിടെയൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുക്കാം. ഫുൾ ക്രെഡിറ്റ് ഷുഡ് ഗോ ടു ദ മറുനാടൻ ടീം കോസ് they are the ones who prepared the questions, not the judges. Anyways, it was a fun event. Rolling to our dear ധ്യാൻ നിന്നെ നാട്ടിൽ വന്നിട്ട് കണ്ടോളാം. ഇതാണ് ഒരു സ്ഥലത്ത് ഇട്ടേക്കുന്ന കാര്യം. ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊരു കമന്റ് കൂടി ഉണ്ട്, അതുകൂടി വായിച്ചിട്ട് ബാക്കി പറയാം. ദിവ്യ രാമചന്ദ്രൻ ആരോ ഇട്ടൊരു കമന്റിന് താഴെ വാച്ച് ദ ഫുൾ വീഡിയോ ഫസ്റ്റ്, നോട്ട് ദ എഡിറ്റഡ് വേർഷൻ. Lol, I specifically announced and told that it's a controversial ഊള question which the organizers have added in the list. അതിന് താഴെ കുറച്ച് കമന്റ്സും കൂടി ഇങ്ങനെ കുറച്ച് നീളത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് ഇത് നെഗറ്റീവ് ആസ്പെക്റ്റിൽ കാണാതെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ കാണുക, അതിനെ ഒരു ഫണ്ണി ഇവന്റ് ആണ്, ആ രീതിയിൽ കണ്ടാൽ മതി. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറയുന്ന ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഊള ക്വസ്റ്റ്യൻ ആണ് എന്ന്. എവിടെയും നിങ്ങൾ ആ വീഡിയോയിൽ എവിടെയെങ്കിലും കണ്ടോ? അതായത് ശോഭാ വിശ്വനാഥ് പോയിട്ട് ഇതൊരു ഊള ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത്. ശോഭ അതിൽ പറയുന്നത് ഇത് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല അതിൽ ശോഭ കാണിച്ചിരിക്കുന്ന വേറൊരു കാര്യം, ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കുട്ടി ഉത്തരം പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ശോഭക്ക് എന്താ പറയാ ഇട്ടേണ്ടതുപോലെ തന്നെ അതിന് നല്ല രീതിയിലുള്ള ഒരു ആൻസർ ആണ് ആ കുട്ടി കൊടുത്തേക്കുന്നത്. Asking me if I prefer Manju Warrier or Kavya Madhavan is asking me to choose between sun and the moon. And why? You should pick one. Well, you won't be able to pick between sun and moon. You won't be able to pick between left eye or the right eye. You won't be able to pick between oxygen or water. Because I'm a woman and I have fallen in love. I have done mistakes. I have done good things in my life. Being a woman's woman, I will never choose a side. Both women are right in their way. Both women are strong and I am no one to judge you, nor you are. Thank you so much. Thank you. So you haven't answered my question. I would like to keep it a secret. I do have a favorite. Thank you. Thank you, bye. You should have the guts to say it out loud. You have one. Well, I grew up watching Daya, Patram, and Manju Warrier is my favorite because she's a strong, independent woman from a beautiful movie. Thank you. അപ്പോ ഇതില് വ്യക്തമായിട്ട് ആ കുട്ടി ആദ്യം തന്നെ ഉത്തരം പറയുന്നു. ആരാണെന്ന് പറയാൻ താല്പര്യമില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ രണ്ട് പൂമണി അപ്പുറത്തിപ്പുറത്ത് നിർത്തിയിട്ട് അവരുടേതായ രീതിയിൽ അവരെപ്പോഴും എന്താ പറയാ അവരുടെ ശരികളിലൂടെയായിരിക്കും അവർ സഞ്ചരിക്കുന്നത്. അവരുടെ ലൈഫ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മളും നമ്മളുടെ ലൈഫിൽ തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരാളാണ്, അല്ലാതെ നമ്മളെല്ലാം പെർഫെക്റ്റ് ആയ ഒരാളല്ല, നമ്മളെല്ലാം തികഞ്ഞ ഒരാളല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ത്രീയെ ജഡ്ജ് ചെയ്യാൻ പറയുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ആ ഒരു വ്യക്തിനെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല എന്ന് ആ കുട്ടി തികച്ചും പറയണ സമയത്ത് അവിടെ ശോഭ വീണ്ടും ചോദിക്കുകയാണ് ഇതിന് നിങ്ങളെ എന്നിട്ടും ആൻസർ പറഞ്ഞില്ല എന്ന്. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഇതൊരു സീക്രട്ട് ആണ്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ശോഭ അവിടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എടുത്തെടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ആൾക്കാരുടെ മുൻപിൽ ആരാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയാൻ ഗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് ആ കുട്ടീനെ പ്രൊവോക്ക് ചെയ്യണം. അല്ലെങ്കിൽ പറഞ്ഞേ തീരൂ, ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്ന രീതിയിലേക്കാണ് നിർബന്ധതയാക്കി ആ ഒരു ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അങ്ങനെ പറഞ്ഞേ തീരൂ ഒരാളുടെ പേര് എന്ന് പറഞ്ഞ് ശോഭ അവിടെ ഫോഴ്സ് ചെയ്യണം. അതിന്റെ ആവശ്യം എന്തായിരുന്നു ശോഭ? അത്രയും അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചത് പോരാഞ്ഞിട്ട് അതിനൊരു ഉത്തരം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യായിരുന്നു. ആ ക്വസ്റ്റ്യൻ പോലും ചോദിക്കണം നിർബന്ധമില്ല. എന്നിട്ടും
അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടും പോരാഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പം ആരെങ്കിലും എല്ലാവരും എതിരായി എന്ന് കണ്ടപ്പോഴത്തേക്കും ഊള ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ശോഭ ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ ശോഭയ്ക്കുള്ളൊരു പൊതുവേ ഉള്ളൊരു കാര്യം നമ്മൾ ബിഗ് ബോസിൽ കണ്ടത്, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ട് ശോഭനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും. അപ്പോൾ എന്തായാലും ഈ ഉത്തരം പറഞ്ഞ കുട്ടി തന്നെ രംഗത്ത് വന്നിട്ട് ശോഭനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ചെയ്ത ആ കുട്ടിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ പറഞ്ഞ ശോഭ വിശ്വനാഥ് അല്ല. ഓക്കെ, അതിനുള്ള പ്രൂഫ് ഐ ക്യാൻ ഗിവ് യു റൈറ്റ് നൗ. ഇത് ആ ഒരു ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ട് ആണ്. ബട്ട് ഹിയർ ഇസ് വാട്ട് ശോഭ വിശ്വനാഥ് ഡിഡ് റോങ്. ഒരു സ്ത്രീ ആയിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേറെ 2 സ്ത്രീകളെ പറ്റി, അതും ഇത്ര കോൺട്രവേഴ്ഷ്യൽ ആയി നിൽക്കുന്ന 2 സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്ക് ഉണ്ടാകണമായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, അവർ ആ ചോദ്യം ചോദിക്കെ വീണ്ടും ആ വീഡിയോയിൽ ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്, വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. 100% ആ കുട്ടി ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ചിന്തിക്കുന്ന, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജഡ്ജസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറാനുള്ള ഒരു ഉത്തരവാദിത്തം ശോഭ അവിടെ കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ അവോയ്ഡ് ചെയ്യാമായിരുന്നു, സ്കിപ്പ് ചെയ്യാമായിരുന്നു. അതുകൂടാതെ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഉത്തരം കിട്ടിയതിന് ശേഷവും വീണ്ടും അവര് എന്താ പറയാ ഫോഴ്സ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഒരാളെ പറയൂ എന്ന് പറഞ്ഞിട്ട് എന്തിനായിരുന്നു അതിന്റെ ആവശ്യം? അത് തന്നെയാണ് ആ കുട്ടി പോലും അവിടെ ചോദിക്കുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ കുട്ടി കൊടുക്കേണ്ട രീതിയിൽ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ കുറിച്ചിട്ട് എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.